ഉത്തരവാദിത്തമുണ്ട്. ശ്രീ KC വേണുഗോപാലിനാകട്ടെ, അന്ന് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതാകട്ടെ. എനിക്ക് അറിയാൻ കൗതുകമുള്ളൊരു കാര്യം മുസ്ലിം ലീഗിൻ്റെ പ്രതികരണമാണ്. ലീഗ് എന്ന് കോൺഗ്രസിന് വേണ്ടി രക്ഷാകവചമായി ഇറങ്ങിയവരാണല്ലോ. അന്നെന്താ പറഞ്ഞത്? അത് ഉത്തരേന്ത്യയിലെ യോഗി നടത്തുന്ന ബുൾഡോസർ രാജല്ല, ഇത് വേറൊരു തരം ബുൾഡോസർ രാജാണ് എന്നായിരുന്നു വിചിത്രമായ ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം. കർണാടക ബുൾഡോസർ രാജ് വിഷയം മുഖ്യധാരയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഇടപെടൽ നടത്തിയ A.A. റഹീം MP മീഡിയ വണ്ണിനോടൊപ്പം ചേരുകയാണ്. ഒരു മാസത്തിന് ശേഷവും കൃത്യമായ പ്രാഥമിക പുനരധിവാസം പോലും നടന്നിട്ടില്ല എന്നാണോ DYFI ആരോപിക്കുന്നത്? തീർച്ചയായിട്ടും അതെ. അവിടെ ഈ സംഭവം ഉണ്ടായിട്ട് ഒരു മാസം പിന്നിട്ട് കഴിഞ്ഞു. ഈ ഒരു മാസത്തിനിടയിൽ ഒരു പുനരധിവാസ പ്രവർത്തനവും നടന്നിട്ടില്ല. അവിടെ ഈ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു നോൺ പ്രോഫിറ്റഡ് ഓർഗനൈസേഷൻ എന്ന് പറയാവുന്ന ഒരു സിവിൽ സൊസൈറ്റി ഗ്രൂപ്പായ സംഗമ. അപ്പോൾ ആ സംഗമയുടെ നേതൃത്വം വഹിക്കുന്ന നന്ദിനിയാണ്. സംഗമയുടെ മുതിർന്ന ആളുകളോട്, പ്രത്യേകിച്ച് നന്ദിനിയോടെല്ലാം നിരന്തരമായി അവരുടെ വിഷയങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഡെവലപ്മെൻറ്റ്, അത് ഇടപെട്ട ഒരാളെന്ന നിലയിൽ ഞാൻ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ സംഭാഷണങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കുന്നത് നന്ദിനി ആൻറ്റിയുമാണ്. അപ്പോൾ അവരോട് ഇന്നലെ അവർ എന്നോട് വളരെ വൈകാരികമായി സംസാരിച്ച വിഷയം, ഒരു മാസം പിന്നിടുമ്പോൾ ഒരു തരത്തിലുള്ള റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് നടന്നിട്ടില്ല. റീഹാബിലിറ്റേഷൻ പ്രോസസ്സ് എന്ന് പറയുമ്പോഴേക്കും പുതിയ ഫ്ലാറ്റുകളിലേക്ക് അവരെ മാറ്റുമെന്നാണ് അന്ന് ശ്രീ KC വേണുഗോപാൽ, പിന്നെ സിദ്ധരാമയ്യ, DK ശിവകുമാർ ഒക്കെ മാധ്യമങ്ങളോടും ലോകത്തോടും പറഞ്ഞത്. വലിയ സമ്മർദ്ദത്തിന്റെ ഫലത്തായിരുന്നു. ഭയങ്കര സമ്മർദ്ദത്തിന് ശേഷം അവസാനം ജനങ്ങളുടെ മുമ്പിൽ ഒറ്റപ്പെട്ടു എന്ന് വരുമ്പോഴാണ് അവരത് ചെയ്യാൻ നിർബന്ധിതരായത്. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അതിനുശേഷം ഇതൊരു പ്രശ്നമായി ഉന്നയിക്കാനോ അത് വെയിറ്റ് ചെയ്യായിരുന്നു. അവരെന്താണ് അതോറിറ്റി ചെയ്യുന്നതെന്ന് കണ്ടിരിക്കുകയായിരുന്നു. അവരായാലും ഞങ്ങളായാലും, ഈ പറയുന്ന നന്ദിനിയായാലും ഞങ്ങളായാലും. പക്ഷേ ഈ നിമിഷം വരെയുള്ള ഒരനുഭവം എന്ന് പറയുന്നത് ദുരനുഭവമാണ്. പറഞ്ഞു പറ്റിക്കുകയായിരുന്നു കോൺഗ്രസ് ചെയ്തത്. ഇതിനിടയിൽ വേറെ ഞെട്ടിപ്പിക്കുന്ന വേറൊരു കാര്യമെന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഈ പാവങ്ങളുടെ മഞ്ഞിൽ കിടക്കുകയാണ്. ചെറിയ ടാർപോളിൻ കീറകൾ കൊണ്ട് ഇങ്ങനെ കെട്ടിയെടുത്ത്, ഞാൻ ഇന്നലെ മെനിഞ്ഞാന്നത്തെ ഫോട്ടോ ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ട്. ഞങ്ങളുടെ DYFI സഖാക്കൾ പോയി എടുത്ത ഫോട്ടോസാണ് ഞാൻ പ്രാദേശിക തലത്തിൽ നിന്ന് ശേഖരിച്ച ചിത്രങ്ങൾ. അതെ, ഞങ്ങൾ ഇന്നലത്തെ അവസ്ഥ എന്താണെന്നാണ് ജനങ്ങളോട് പറയുന്നത്. ഇന്നലെ ഇത് ഞാൻ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി ഒരു ദിവസം മുൻപ് DYFIയുടെ സഖാക്കൾ അവിടെ പോയി ഇപ്പോഴത്തെ അവിടെ അവസ്ഥ എന്താണെന്നുള്ള ചിത്രങ്ങൾ പകർത്തിയിരുന്നു. ആ ചിത്രങ്ങളാണ് ഇന്നലെ ഞാൻ സാമൂഹ്യ മാധ്യമത്തിൽ പങ്കുവെച്ചത്. നിങ്ങൾ നോക്കൂ, ആ ചിത്രത്തിൽ കാണാൻ കഴിയും അന്ന് കണ്ടതുപോലെ തന്നെയാണ്. അന്ന് കണ്ടതുപോലെ അവിടെ കിടക്കുന്ന ആ മനുഷ്യർക്ക് ഞാൻ ഇന്നലെ തിരക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണം പോലും ഗവൺമെൻറ് കൊടുത്തിട്ടില്ല. അവർക്ക് മരുന്ന്, അവിടെ കിടക്കുന്ന സാംക്രമിക രോഗങ്ങളിലേക്ക് വരികയാണ്, ഒരു നേരത്തെ മരുന്ന് ഗവൺമെൻറ് അതോറിറ്റി കൊടുത്തിട്ടില്ല. ഇങ്ങനെ മനുഷ്യത്വ വിരുദ്ധമായി ജനങ്ങളോട് പെരുമാറും. തീരുന്നില്ല, ഇവരെ ഫ്ളാറ്റുകളിലേക്ക് മാറ്റുമെന്നാണ് അന്ന് ഞാൻ പറഞ്ഞത്. ഏതൊക്കെ ഫ്ളാറ്റിൻ്റെ ചിത്രമല്ല അന്ന് കോൺഗ്രസ് പ്രൊഫൈലുകൾ പുറത്തുവിട്ടു. നിങ്ങൾ നോക്കൂ, ഒരാളെ മാറ്റി പാർപ്പിച്ചിട്ടില്ല. ഞാൻ നന്ദിനിയോട് ചോദിച്ചു, മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ എന്തായി? ഒന്നും ഉണ്ടായിട്ടില്ല. ദൗർഭാഗ്യകരമായ അവസ്ഥയിലേക്ക് പോവുകയാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്ന സംഗമ ഇന്നലെ എന്നോട് പറഞ്ഞത്, അവർ വരുന്ന ജനുവരി മാസം 26-ന് ഇതിനെതിരെ വലിയൊരു ക്യാമ്പയിൻ അവിടെ തന്നെ ഈ മുഴുവൻ പേരെയും അണിനിരത്തിക്കൊണ്ടുള്ളൊരു ക്യാമ്പയിൻ അവർ ഉദ്ദേശിക്കുന്നുവെന്നുള്ളതാണ്. DYFIയുടെ വോളണ്ടിയർമാർ ഇന്നലെയും മെനിഞ്ഞാന്നുമെല്ലാം അവിടെ പോയിരുന്നു. CPIMൻ്റെ വോളണ്ടിയർമാർ അവിടെ പോകുമ്പോൾ കാണുന്ന കാഴ്ച വളരെ ദയനീയമാണ്. ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത അവസ്ഥയിലേക്ക് ഈ പാവങ്ങൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നു. ഈ സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളൊക്കെയാണ് അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ ഗവൺമെന്റ് സംവിധാനം തീരെയില്ല എന്നാണ്. ഒരു ദിവസം പോലും ഇങ്ങനെ കിടക്കുന്ന ഈ മനുഷ്യർക്ക് ഒരു നേരത്തെ ഭക്ഷണം പോലും സർക്കാർ വകയിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കർണാടകയിലെ കെട്ടുറപ്പ് ഒരിടത്തേക്ക് മാറ്റുന്നതിനോ, അല്ലെങ്കിൽ പോട്ടെ ഇവിടെ തന്നെ ഇപ്പോൾ മാറിപ്പോകുന്നത് സംബന്ധിച്ചൊരു തർക്കം പറയുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവരിവിടെ നിന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ഗവൺമെൻറ് പറയും നിങ്ങളിവിടെ നിന്ന് മാറി വരൂ എന്നാണ് പറയുന്നത്. പക്ഷേ അത് വിശ്വസിക്കുന്നില്ല ഗവൺമെൻറ്. കാരണം ഇവിടുന്ന് മാറിയാൽ ഈ ഭൂമി പൊസഷൻ ഗവൺമെൻറ് ഏറ്റെടുക്കും. അപ്പോൾ ചതിക്കപ്പെടുമോ വീണ്ടും എന്ന് ആ പാവങ്ങൾ പേടിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താ? ഒരു മെഡിക്കൽ കെയർ യൂണിറ്റിനെ അവിടേക്ക് വിടണ്ടേ? അവിടെ തന്നെ അവർക്ക് കെട്ടുറപ്പ് അല്ലെങ്കിൽ കുറച്ചുകൂടി അടച്ചുറപ്പോടെ കിടക്കാനോ, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ടപ്പുറത്തൊരു സ്കൂളുണ്ട് അവിടേക്ക് മാറ്റാനോ. ഗവൺമെൻറ് ഇവരെ വഴിയിൽ കിടന്നോട്ടെ എന്ന് കരുതുകയാണ്. ഇവർക്ക് വേണ്ടി ഒരു നേരത്തെ മരുന്നും ഭക്ഷണം പോലും കൊടുക്കാത്തൊരവസ്ഥ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ വേറെ എവിടെയെങ്കിലും സങ്കല്പിക്കാൻ കഴിയുമോ? മുഴുവൻ പേരും മുസ്ലിംസാണ്, ദളിത്സാണ്. ഇതല്ലാതെ വേറെ ആരുമില്ല. ഒരു ഫാമിലി മാത്രമാണ് ക്രിസ്ത്യൻ ഫാമിലി എന്ന് പറയാവുന്നത്. അതെനിക്ക് തോന്നുന്നു മിക്കവാറും കൺവെർട്ടഡ് ക്രിസ്ത്യൻ ആയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഈ പറയുന്ന ജനവിഭാഗങ്ങളുള്ള തീരെ ദുർബലരും അവശരുമായ മാർജിനലൈസ് ചെയ്യപ്പെട്ട ഈ ജനവിഭാഗങ്ങളെ ഒരു ദിവസം പുലർച്ചയിൽ ബുൾഡോസർ കൊണ്ടുവന്ന് ഇടിച്ചു കയറ്റി വെളിയിലേക്ക് തള്ളി
ഇത് പുറം ലോകമറിയാതെ അവസാനിക്കുമായിരുന്ന സംഭവം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ട്വീറ്റിലൂടെയാണ് ഇത് പുറത്തു വരുന്നത്, ഇന്ത്യ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. DYFI അവിടെ സന്ദർശിച്ചതിന് ശേഷമാണ് ഇത് വാർത്തകളിൽ വളരെ സജീവമായി ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം ലെഫ്റ്റ് ഇടപെട്ടതിന് ശേഷം ഇത് പ്രശ്നമായി വരുന്നു. എന്താ അവിടുത്തെ BJPയുടെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട്? പ്രതിപക്ഷം ഇതിനെ സർവാത്മന സ്വാഗതം ചെയ്യുകയാണ് ഈ ബുൾഡോസർ രാജിനെ. അപ്പോൾ ബുൾഡോസർ രാജിനെ പ്രതിപക്ഷം സ്വാഗതം ചെയ്യുന്നു, BJP സ്വാഗതം ചെയ്യുന്നു. BJP ആഗ്രഹിക്കുന്നത് കർണാടകയിലെ കോൺഗ്രസ് സർക്കാർ എക്സിക്യൂട്ട് ചെയ്യുന്നു. എന്നിട്ട് ബഹുജന സമ്മർദ്ദം കേരളത്തിൽ ഉൾപ്പെടെ ശക്തമായി ഉയർന്നു വന്ന സന്ദർഭത്തിൽ, ദേശീയ മാധ്യമങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയ സന്ദർഭത്തിൽ പെട്ടെന്ന് AICC ചില മിനുക്കുപണികൾ നടത്തുന്നു. എന്നിട്ട് പ്രഖ്യാപിക്കുന്നു ജനങ്ങളോട്. ഒരല്പം ഉത്തരവാദിത്തമുണ്ട് ശ്രീ KC വേണുഗോപാലിനാകട്ടെ, അന്ന് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചതാകട്ടെ. എനിക്ക് അറിയാൻ കൗതുകമുള്ളൊരു കാര്യം മുസ്ലിം ലീഗിൻ്റെ പ്രതികരണമാണ്. ലീഗ് എന്ന് കോൺഗ്രസിന് വേണ്ടി രക്ഷാകവചമായി ഇറങ്ങിയവരാണല്ലോ. അന്നെന്താ പറഞ്ഞത്? അത് ഉത്തരേന്ത്യയിലെ യോഗി നടത്തുന്ന ബുൾഡോസർ രാജല്ല, ഇത് വേറൊരു തരം ബുൾഡോസർ രാജാണ് എന്നായിരുന്നു വിചിത്രമായ ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം. എന്നിട്ട് അന്നെന്താ പറഞ്ഞത്? ഞങ്ങളെല്ലാം സംസാരിച്ചിരിക്കുന്നു, എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കിയിരിക്കുന്നു, പെട്ടെന്ന് ഇത് മാറ്റുന്നു. ഈ നിമിഷം വരെ അവിടെ KMCCയുടെ പ്രവർത്തകർ പോകാറുണ്ടല്ലോ, അവർ പറയട്ടെ, ഈ നിമിഷം വരെ ഏതെങ്കിലും ₹1 സർക്കാർ ഫണ്ട് ഇവർക്ക് ഭക്ഷണത്തിന്, മരുന്നിന്, ഇവരെ മാറ്റുന്ന കാര്യത്തിൽ എന്താണ്? ഒരു മാസം കഴിഞ്ഞിട്ട് മഞ്ഞത്തി മനുഷ്യർ പാവങ്ങൾ കിടക്കുമ്പോൾ അവർക്ക് ഫ്ലാറ്റുകൾ കൊടുക്കാൻ കെട്ടിയിട്ടിരിക്കുന്നുവെന്നാണല്ലോ പറയുന്ന ഫ്ലാറ്റ്. അപ്പോൾ അന്ന് ഈ പ്രശ്നം ഒരു വലിയ തീയായി ഉയർന്നു വന്ന സന്ദർഭത്തിൽ ആ തീ അണയ്ക്കുന്നതിന് വേണ്ടി നുണ പറയുകയായിരുന്നു, കള്ളം പറയുകയായിരുന്നു. ആ പാവങ്ങളെയും കണ്ടുനിന്ന നമ്മളെയും ഇവർക്ക് വേണ്ടി നീതിക്കായി ശബ്ദമുയർത്തിയ കേരളത്തിലെയും ഇന്ത്യയിലെയും മഹാഭൂരിപക്ഷം വരുന്ന ജനാധിപത്യ വിശ്വാസികളെയും കോൺഗ്രസ് സർക്കാർ പറ്റിക്കുകയായിരുന്നു ചെയ്തത്. DYFIയുടെ തുടർ നടപടി, പ്രതിഷേധമൊക്കെ എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ ഇവരുമായി, സംഗമം ഉൾപ്പെടെയുള്ള ഇത്തരം ഗ്രൂപ്പുകളുമായി ഞങ്ങൾ കമ്മ്യൂണിക്കേഷനുണ്ട്. കാരണം അവരാണ് ഇതിനകത്ത്, അവർ യഥാർത്ഥത്തിൽ ഈ ബുൾഡോസർ രാജ് ഉണ്ടായതിനു ശേഷം അവിടെ ഇടപെടുന്നവരല്ല. ഈ ചേരിയിൽ ഈ പറയുന്ന വിഭാഗം ആളുകൾക്കിടയിൽ വർഷങ്ങളായി നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സിവിൽ സൊസൈറ്റി ഗ്രൂപ്പാണ്. അപ്പോൾ അവരുടെ കയ്യിലായിരുന്നു ഇതിൻ്റെ ഡേറ്റ മുഴുവനുള്ളത്. യഥാർത്ഥത്തിൽ അവരാണ്, ഇവർക്കൊന്നും അറിയില്ല ഈ പാവങ്ങൾക്ക്, ഖവാലി പാടി ജീവിക്കുന്ന, ഇല്ലെങ്കിൽ ഭിക്ഷ അയക്കാൻ പോകുന്ന വെറും പാവങ്ങളാണ്. അപ്പോൾ ഈ ശബ്ദമില്ലാത്ത ഇവരുടെ ശബ്ദമായി പ്രവർത്തിക്കുന്ന ഇത്തരം സിവിൽ സൊസൈറ്റി ഗ്രൂപ്പുകളാണ്. അപ്പോൾ അവരുടെ കയ്യിലാണ് ഡേറ്റയുള്ളത്. ഇത് നിയമാനുസൃതമായ ഭൂമിയല്ല എന്ന് പറഞ്ഞാൽ അല്ല എന്ന് പറയാൻ അപ്പോൾ അവർക്കറിയില്ല. അവർക്ക് വേണ്ടി സംസാരിക്കുന്നതല്ല, ഇത് നിയമാനുസൃതമായ ഭൂമിയാണ്, ഇത് ലീഗലാണ് എന്ന് പറയുന്നത് ഈ സംഘടനയാണ്. അപ്പോൾ ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ ഇടക്കാലത്തെല്ലാം തന്നെ ഇക്കാര്യത്തിൽ നിശബ്ദമായതും അവരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ്റെ അടിസ്ഥാനത്തിലാണ്. അവർ വളരെ ഫെയറായി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ഞങ്ങൾ അത് ചാടിക്കേറി എന്തെങ്കിലും പറഞ്ഞ് വീണ്ടും അതൊരു പ്രശ്നമാക്കുകയല്ല, വെയിറ്റ് ആൻഡ് സീ. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഈ പ്രതികരണം പോലും ഞങ്ങൾ അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ്. കംഫർട്ടബിളാണ്. നിങ്ങൾ പറയേണ്ടിയിരിക്കുന്നു, വീണ്ടും ശബ്ദമുയർത്തേണ്ടിയിരിക്കുന്നു. നിങ്ങളെപ്പോലുള്ളവർ അല്ലെങ്കിൽ കേരളം സംസാരിച്ചില്ല എങ്കിൽ ഞങ്ങൾക്കിനിയും ഈ പാവങ്ങൾക്ക് നീതി വീണ്ടും വിദൂരമാകും എന്ന് അവരുമായി കൂടിയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് പ്രതികരിക്കാൻ തയ്യാറാകുന്നത്. DYFI, CPM, കർണാടകയിലെ CPIM നിരന്തരമായി ഈ പ്രശ്നത്തിൽ ഫീൽഡിൽ ഇടപെടുന്നുണ്ട്. ഇത്തരം ഗ്രൂപ്പുകളുമായി സംസാരിക്കുന്നുണ്ട്, അവിടെ പോകുന്നുണ്ട്, ജനങ്ങളെ കാണുന്നുണ്ട്, കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കൂടിയാലോചിച്ചതിന് ശേഷം ഭാവി പരിപാടികൾ ആലോചിക്കും. കർണാടകയിലെ ബുൾഡോസർ രാജ് വിഷയം DYFI കൃത്യമായി ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് AR റഹീം MP മീഡിയ വണ്ണോട് പറയുന്നത്. ക്യാമറ പേഴ്സൺ ബിജു മടവറിനൊപ്പം സഫാൻ VP, മീഡിയ വൺ, തിരുവനന്തപുരം.